ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LLP എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ അതിൽ ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർമേഷൻ എന്ന് വെച്ചാൽ ഒരു LLP ഫേം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. LLP അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫോംഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ LLP ആക്ട് 2008. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 നിലവിൽ വന്നിട്ടുള്ള ആ ആക്ട് പ്രകാരമാണ് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം രൂപീകരിക്കുന്നതും ഉണ്ടാകുന്നതും. ഓക്കെ, ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇതിനെന്തുണ്ട്? സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി. അതുപോലെ പെർഫെക്റ്റ് സക്സഷൻ അല്ലെങ്കിൽ പെർഫെക്ച്വൽ സക്സഷൻ, സ്ഥായിയായ നിലനിൽപ്പും ഉണ്ട്. മിനിമം 2 പാർട്ട്നേഴ്സ്, മിനിമം 2 പാർട്ട്നേഴ്സ് വേണം ഒരു LLP ഫോം ചെയ്യുന്നതിന്. മാക്സിമം നോ ലിമിറ്റ് ആവും. അപ്പോൾ ഇതാണ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ദ പേഴ്സൺസ് ഓർ എൻറ്റിറ്റീസ് ഇൻക്ലൂഡഡ് ആസ് എ പാർട്ട്ണർ ഇൻ LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പങ്കാളിയാവാൻ, പാർട്ട്ണറാവാൻ സാധിക്കുന്ന വ്യക്തികളെക്കുറിച്ചും അല്ലെങ്കിൽ സ്ഥാപനങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു LLP ഫേമിൽ ആർക്കൊക്കെ പാർട്ട്ണറാവാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ആൻഡ് LLP ഇൻകോർപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഉണ്ടാക്കിയിട്ടുള്ള, ഫോം ചെയ്തിട്ടുള്ള, രൂപീകരിച്ചിട്ടുള്ള ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം. ശ്രദ്ധിക്കുക, ഇന്ത്യക്കകത്തോ പുറത്തോ ഉണ്ടാക്കിയിട്ടുള്ള, ഫോം ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേമിന്, സ്ഥാപനത്തിന് എന്ത് ചെയ്യാം? ഒരു LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പാർട്ട്ണറാകുവാൻ സാധിക്കും. അതായത് ഒരു LLP സ്ഥാപനത്തിന്, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനത്തിന് മറ്റൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ എന്ത് ചെയ്യാം? പാർട്ട്ണറാവാം. പിന്നെയോ എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഫോം ചെയ്തിട്ടുള്ള, ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി, ഒരു കോർപ്പറേഷൻ, അതിനെന്ത് ചെയ്യാം? LLPയിലെ ഒരു പങ്കാളിയാവാം, ഒരു പാർട്ട്ണറാവാം. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കകത്തോ പുറത്തോ ഉണ്ടായിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ എന്തായിട്ട് മാറാൻ സാധിക്കും? ഒരു പാർട്ട്ണറായിട്ട്, പങ്കാളിയായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ എന്ത് ചെയ്യാം? പങ്കാളിയാവാം. ഇന്ത്യൻ റെസിഡൻ്റ് ആവാം, സിറ്റിസൺ ആവാം, ഫോറിനർ ആവാം, ആരായാലും എന്ത് ചെയ്യാം? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനത്തിലൊരു പാർട്ട്ണർ ആകുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ആൻ ഇൻഡിവിജ്വൽ ഇൻകാപ്പബിൾ ടു ബിക്കം പാർട്ണർ. ഇനി ആർക്കാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ പാർട്ട്ണറാവാൻ സാധിക്കാത്തത്, പങ്കാളിയാവാൻ സാധിക്കാത്ത, അതിനുള്ള കഴിവില്ലാത്ത വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്നാമത്താണ് പേഴ്സൺ ഇൻ അൺസൗണ്ട് മൈൻഡ്, അല്ലേ? അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള, അൺസൗണ്ട് മൈൻഡ്, മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത വ്യക്തികൾ, അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പങ്കാളിയാകുവാൻ സാധിക്കില്ല. അതുപോലെ ഇൻസോൾവെൻറ്റ് പേഴ്സൺ. ഇൻസോൾവെൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പാപ്പരായി പ്രഖ്യാപിച്ച വ്യക്തി, കോടതി പാപ്പരായി പ്രഖ്യാപിച്ച വ്യക്തി. പിന്നെ ഇൻസോൾവെൻറ്റ് ആപ്ലിക്കേഷൻ പെൻഡിങ്. ഒരു വ്യക്തി നിലവിൽ തന്നെ പാപ്പരായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ ഇൻസോൾവെൻറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അത് കോടതി സമക്ഷം എന്താണ്? പെൻഡിങ്ങിലാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പങ്കാളിയാകുവാൻ സാധിക്കുന്നതല്ല. ഓക്കെ. പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. എവറി പാർട്ട്ണർ ഈസ് റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് ടുവാർഡ് ദ LLP ഇൻ സം മാനർ ആസ് സ്പെസിഫൈഡ് ഇൻ ദി LLP എഗ്രിമെൻറ്റ്. LLP എഗ്രിമെൻറ്റിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ളതുപോലെ, LLP എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ ഒരു LLP ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സും ആ സ്ഥാപനത്തിലേക്ക് എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, മൂലധനത്തെ സ്വരൂപിക്കണം. ഓക്കെ. ഇറ്റ് മേ ബി ഇൻ ദി ഫോം ഓഫ്, ഈ ക്യാപിറ്റൽ, ഈ മൂലധനം ഏതെല്ലാം രൂപത്തിലാവാം? ടാഞ്ചിബിൾ, തൊടാൻ സാധിക്കുന്ന വസ്തുക്കളുടെ രൂപത്തിലാവാം. മൂവബിൾ, നീക്കിക്കൊണ്ട് പോകുവാൻ, അല്ലേ, ചലിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളുടെ മുകളിലാവാം. അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ മുകളിലാവാം. ഇൻടാഞ്ചിബിൾ, കാണാൻ സാധിക്കാത്ത ഗുഡ് വില്ല്, അത് പേറ്റൻറ്റ് പോലെയുള്ള സംഗതികൾ കൊണ്ടുവരാം പാർട്ട്നേഴ്സിന്. അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റിലൂടെയൊക്കെ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, മൂലധനത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ ആർക്ക് സാധിക്കും? ഒരു LLP ഫേമിലുള്ള പാർട്ട്ണർക്ക് സാധിക്കും.
പിന്നെ LLP എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പിന് ശ്രദ്ധിക്കുക, പാർട്ട്ണർഷിപ്പ് ഡീഡ് പോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പോലെ LLP സ്ഥാപനത്തിന്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിന് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഇത് LLP എഗ്രിമെൻറ്റ് എന്നറിയപ്പെടുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് പോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡ് പോലെയൊക്കെ ഉള്ള ഒന്നാണ് ഇത് LLP എഗ്രിമെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എനി റിട്ടേൺ എഗ്രിമെൻറ്റ്. ഇത് റിട്ടേൺ എഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വിച്ച് ഡിറ്റർമൈൻസ് ദി മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി പാർട്ട്നേഴ്സ്. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലുള്ള പങ്കാളികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, എഴുതി തയ്യാറാക്കുന്ന ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണ്, ഒരു ലിഖിത ഉടമ്പടിയാണെന്നറിയപ്പെടുന്നത് LLP എഗ്രിമെൻ്റ് എന്നറിയപ്പെടുന്നത്. ഈ LLP എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്യും, പാർട്ട്നേഴ്സിൻ്റെ മ്യൂച്വൽ ആയിട്ടുള്ള പരസ്പരമുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അവകാശങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞ LLP എഗ്രിമെൻറ്റ്. പിന്നെ പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഒരു സ്ഥാപനത്തിൽ, ഒരു LLP സ്ഥാപനത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടാവും. പാർട്ട്നേഴ്സും ഉണ്ടാവും, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും ഉണ്ടാവും. പാർട്ട്നേഴ്സ് പറഞ്ഞാൽ അതിൽ പറയുന്നു, എനി പേഴ്സൺ ഹൂ ബിക്കംസ് എ പാർട്ട്ണർ ഇൻ ദി LLP ഇൻ അക്കോർഡൻസ് വിത്ത് ദ LLP എഗ്രിമെൻറ്റ്. LLP എഗ്രിമെൻ്റ് അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, LLP സ്ഥാപനത്തിലെ പാർട്ട്ണറായിട്ട് വരുവാൻ സാധിക്കും. LLP എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, LLP സ്ഥാപനത്തിലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പങ്കാളിയാകുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്? ഡെസിഗ്നേഷൻ, നിയുക്തമായിട്ടുള്ള, ഡെസിഗ്നേറ്റഡ് എന്ന് വെച്ചാൽ നിയുക്തമായിട്ടുള്ള പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, നമുക്ക് മിനിമം 2 ആളുകളും മാക്സിമം നോ ലിമിറ്റുമാണ് അല്ലേ. മിനിമം എത്ര പാർട്ട്നേഴ്സാണ് വേണ്ടത്? 2 പേര് വേണം. മാക്സിമം ലിമിറ്റില്ല, എത്ര ആൾക്കാർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സായിട്ട് മാറുവാൻ സാധിക്കും. പാർട്ട്നേഴ്സായിട്ട് മാറാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താണ്, ഏറ്റവും ചുരുങ്ങിയത് 2 പേര് വേണമെന്നാണ് പറയുന്നത് അല്ലേ. മാക്സിമം ഒരു LLPയിൽ എത്ര ആളുകളും ആവാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനിയിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഒരു കമ്പനിയിലെ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരുപാട് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആളുകളാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ കമ്പനിയിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് കരുതുക. ഷെയർ ഹോൾഡേഴ്സിന് മൊത്തം എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ പറ്റില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് എന്ത് ചെയ്യും, കുറച്ച് ആളുകൾ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് എടുക്കും, ഡയറക്ടേഴ്സായിട്ട് അല്ലേ. ഈ ഡയറക്ടേഴ്സാണ് എന്ത് ചെയ്യുക, കമ്പനിയുമായി ബന്ധപ്പെട്ട ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുക. അവർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണല്ലോ ഒരു കമ്പനിയിലുള്ളത്. ഡയറക്ടേഴ്സ് അല്ലേ, ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതൊക്കെ അവരാണ്. സോ അത്തരത്തിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ആളുകളെ പറയുന്ന പേരാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ദേ ഹാവ് ദ അതോറിറ്റി ആൻഡ് സുപ്രീമസി ടു ടേക്ക് ഡിസിഷൻ ആൻഡ് കൺട്രോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് LLP ഫേം. ഒരു LLP ഫേമിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. മാത്രമല്ല അവരെന്ത് ചെയ്തിരിക്കും, അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അവരായിരിക്കും. പിന്നെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആർ റെക്കോർഡഡ് ഇൻ ദി LLP എഗ്രിമെൻറ്റ്. LLP എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, കമ്പനിയിൽ എത്ര പങ്കാളികളുണ്ട്, അതിൽ നിന്ന് ആരൊക്കെയാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഉള്ളത്, ഡെസിഗ്നേറ്റഡ് പാർട്ട്നർ സ്ഥാനത്തിലേക്ക് ആരൊക്കെയാണ് വരുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 ഇൻഡിവിജ്വൽ ഹു ആർ പാർട്ട്നേഴ്സ് ഓഫ് സച്ച് LLP. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ചുരുങ്ങിയത് എത്ര ആൾക്കാർ വേണം, മിനിമം 2 ആളുകൾ. അവരെന്ത് ചെയ്തിരിക്കണം, ഇത്തരത്തിലുള്ള ഈ LLP സ്ഥാപനം പോലെയുള്ള മറ്റേതെങ്കിലും LLP സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സ് ആയിരിക്കണം. മിനിമം 2 പേര് വേണം. അതിലെന്ത് ചെയ്യണം, ഒരാൾ അതിലെന്ത് 2 പേരും എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു LLPയിലെ പാർട്ട്നേഴ്സ് ആയിരിക്കണം ഇതുപോലെയുള്ള
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ബോഡിയുടെ, ഒരു കമ്പനിയുടെ നോമിനി ആയിരിക്കണം. ഏതെങ്കിലും കമ്പനീസിൻ്റെ ബോഡി കോർപ്പറേഷൻ്റെ, അതായത് കമ്പനി വലിയ കോർപ്പറേഷൻ്റെ നോമിനിമാരിൽ ആരെങ്കിലും ഒരാളായിരിക്കണം. അവരാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ട് ഇരിക്കേണ്ടത്. മാത്രമല്ല, ഇൻ ദി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വൺ പാർട്ട്ണർ ഷുഡ് ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഒരാൾ എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ആളായിരിക്കണം, ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരാൾ. അപ്പോൾ മിനിമം എത്ര ആൾക്കാർ വേണം ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന്? അറ്റ്ലീസ്റ്റ് 2 ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു ദി ഡയറക്ടർ ടു എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർക്ക് സമാനമാണ് ഇത്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർക്ക് സമാനമാണ് ഇത് ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. താങ്ക് യു.